മകയിര നക്ഷത്രം. മകയിരം 1200 ആണ്ട് കൊല്ലവർഷം. മകയിരം നക്ഷത്രം. പൊതുഫലം 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ആഗസ്റ്റ് 16 വരെ മകയിരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. മകയിരം 1, 2 പാദങ്ങൾക്ക് കണ്ടകശനിയുടെ ദോഷം ഒഴിയുന്നത് ഈ വർഷമാണ്. ജന്മവ്യാഴം. ഇടവക്കൂറുകാർക്ക് ജന്മ വ്യാഴം മാറി 2-ലെ വ്യാഴം കുറച്ചുകൂടി ഐശ്വര്യപ്രദമാണ്. മിഥുനക്കൂറുകാർക്ക് 12-ലെ വ്യാഴം മാറി ജന്മ വ്യാഴമാണ് വരാൻ പോകുന്നത്. അതും അനുകൂലമായ ഘടകമാണ്. ആശയങ്ങൾ വ്യത്യസ്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. പൊതുവെ സുഖദുഃഖ മിശ്രിതത്വമായ ഫലങ്ങളാണ് ഈ വർഷം അനുഭവയോഗ്യമാകുക. വീഴ്ചകൾ ഉണ്ടാവാതെയും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെയും സൂക്ഷിക്കണം. പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. വൈജ്ഞാനിക രംഗങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിമർശനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലത് വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത്. സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിലും അഹോരാത്രം പ്രയത്നം വേണ്ടിവരും. സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവെക്കുവാനും അവസരമുണ്ടാകും. മേലാധികാരിക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ എതിർപ്പുകൾ അതിജീവിക്കാൻ സാധിക്കും. കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും. സന്താന ഭാഗ്യമുണ്ടാകും. ശിരോനാഡി രോഗപീഠകൾക്ക് ശസ്ത്രക്രിയ വേണ്ടിവരും. ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളവർദ്ധനയോടുകൂടി ലഭിക്കും. വിശ്വാസയോഗ്യമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് നിരുപാധികം പിന്മാറും. സജ്ജന സംസർഗത്താൽ സത്ചിന്തകൾ വർദ്ധിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കും. ആശ്രയിച്ച് വരുന്നവർക്ക് അഭയം നൽകുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനയാൽ ഉത്സവഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അർഹമായ പൂർവിക പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ആശ്ചര്യം അനുഭവപ്പെടും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കാൻ അവസരമുണ്ട്. അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ ചേരും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണം ഉണ്ടാകും.